ഈ പൗലോസ്ലീഹ എന്തിനാ കർത്താവിന് കള്ളനോട് ഉപമിച്ചേ? കള്ളനെന്ന് കേട്ടാൽ നമ്മുടെ മുമ്പിൽ നല്ല ചിന്ത വരുമോ? ഒരു മോഷ്ടാവ് അല്ലേ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുള്ളൂ. എന്തുകൊണ്ട് പൗലോസ്ലീഹ യേശുവിനെ കള്ളനോട് ഉപമിക്കുന്നു? കള്ളനോട് ഉപമിക്കുവാനുള്ള ഛേദോ വിഹാരം എന്താ? അപ്പൊ ഞാൻ ഈ കള്ളന്റെ പ്രത്യേകതയിലേക്ക് കയറി ചെല്ലുക. എന്താ ഈ കള്ളന്റെ പ്രത്യേകത? പൗലോസ്ലീഹ കള്ളനോട് കർത്താവിനെ ഉപമിച്ചെങ്കിൽ കള്ളൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതാ വചന തുടക്കത്തിൽ പറയുന്നത് എങ്ങനെയാ? രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അപ്പൊ കള്ളന് 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ആഴങ്ങളെക്കാൾ അലങ്കാരങ്ങൾ അന്വേഷിക്കുന്നവനാണ് കള്ളൻ. ഹല്ലേലൂയ. എങ്ങനെയാ? ആഴങ്ങളെക്കാൾ അലങ്കാരങ്ങളെക്കാൾ ആഴങ്ങൾ അന്വേഷിക്കുന്നവൻ. നമ്മുടെ വീട്ടിൽ 1980 ശേഷം ഒരു സാധനം നമ്മുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണെന്ന് പറയാമോ? അതിനു മുമ്പ് വരെ നമ്മൾ വീട് പണിയുമ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയില്ലായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്താന്ന് പറയാമോ? ഷോ കേസ്. ഹല്ലേലൂയ. ഹാള് പണിതാ പിന്നെ ആദ്യം നമ്മൾ പണിതത് മെയിനായിട്ട് എന്താ നോക്കുന്നത്? ഷോക്കേസ് ഇല്ലേ? ചേച്ചിക്ക് അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയതും ചേട്ടന് ഗുസ്തി പിടിച്ച് കിട്ടിയതും മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതുമായ മിനുമിനുസവും പളുപളുകുമായ കുറേ ട്രോഫികൾ എടുത്തിങ്ങനെ നിരത്തി വയ്ക്കും. എന്തിനാ? നിങ്ങൾക്ക് കാണാനാണോ? ആണോ? ഒന്ന് വാ തുറക്ക്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അച്ഛനെ വിളിച്ച് അന്ത്യകൂദാശ നടത്തും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ 1980 ശേഷമാണ് ഈ ഷോ കേസ് രൂപപ്പെടാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വേറൊരു സാധനം ഉണ്ടായിരുന്നു. എന്താന്ന് പറയാം? നമ്മുടെ നാട്ടിലെ അപ്പാപ്പന്മാർക്കൊക്കെ അറിയാം. എന്തായിരുന്നു പറയാമോ? പത്തായപ്പുര അല്ലേ? പത്തായപ്പുര. പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടില് നമ്മൾ ആദ്യം വീട് പണിയുമ്പോൾ, ഹാള് പണിത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഏറ്റവും മുമ്പിൽ കയറി വരുമ്പോൾ കാണുവാനായിട്ട് നമ്മളൊരു ഷോ കേസ് പണിയാറുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഷോ നടത്തി ജീവിക്കുന്നവരായി മാറുകയാ. അത് കർത്താവ് കള്ളൻ എന്ന പോലെ രാത്രി വരുമ്പോൾ ആ കള്ളന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അലങ്കാരങ്ങളെക്കാൾ ആഴങ്ങൾ അന്വേഷിക്കുന്നവനാണ് കള്ളൻ. അതുപോലെ കർത്താവ് നിന്റെ ഷോ കണ്ട് മയങ്ങുന്നവനല്ല, മറിച്ച് നിന്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി നിന്റെ ഹൃദയ വികാരങ്ങൾ അറിഞ്ഞ് നിന്റെ വിലയുള്ളത് അന്വേഷിക്കുന്നവനാണ് കർത്താവ്. വലതുകരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഇന്ന് നമ്മളെല്ലാവരും സമൂഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിച്ച് ജീവിക്കുന്നവരാണ്. ഷോ കാണിക്കാൻ ഏറ്റവും മിടുക്കരാണ് മലയാളികളായ നമ്മൾ ഓരോരുത്തരും. കള്ളന് അതൊന്നും വേണ്ട. നിങ്ങളുടെ എന്താ പറയുന്നത്, ഷോക്കേസിലിരിക്കുന്ന ആക്രിക്കടക്കാരൻ പോലും എടുത്താൽ വില കിട്ടാത്ത ചില സാധനങ്ങൾ, മിനുമിനുസവും നിറവുമുള്ള ചില ട്രോഫികൾ ഇങ്ങനെ തൂക്കി നിങ്ങൾ വെക്കുമ്പോൾ കയറി വരുന്നവൻ ആദ്യം കാണുന്നതാണ്, ആഹാ കൊള്ളാമല്ലോ, നല്ല രസമുണ്ടല്ലോ, എന്താ ഇതെന്തിനു കിട്ടി, നമ്മളത് പറയാൻ വേണ്ടിയായിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയും ഇത് തന്നെയാ. നിന്റെ ആഴങ്ങൾ എത്രമാത്രം വാല്യൂ ആണെന്ന് തിരിച്ചറിയുവാനുള്ള ചിന്ത നിനക്കുണ്ടോ? നീ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഷോ കാണിച്ച് ജീവിക്കുന്നവളായി മാറുന്നുണ്ടോ? കർത്താവായ ദൈവത്തെ മറന്നുകൊണ്ട് പാപകരമായ ജീവിതത്തില്, നീ മ്ലേച്ഛകരമായ ഒരു ജീവിതത്തില് തകർന്നു കിടക്കുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ മിനുമിനുസമായ ഷോ കാണിച്ച് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരവസ്ഥകളിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഷോ കാണിക്കുന്ന രീതികൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണുകൾ മഞ്ഞളിക്കുന്ന ലെവലിലാണ്. അല്ല, ഒരു കല്യാണത്തിന് പോകാനായിട്ടിരുന്നു കഴിഞ്ഞാൽ
നമുക്ക് സ്വന്തമായിട്ടില്ലെങ്കിലും മാല ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം എടുത്തിട്ടാണ് നമ്മൾ ഇട്ടേച്ച് പോകണം. ശരിയല്ലേ? അല്ലേ? തുറന്ന് പറയ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ സാരി കണ്ട് മഞ്ഞളിച്ച ഉടനെ ഞാൻ ചിന്തിച്ചു, ആഹാ, അടുത്ത വീട്ടിലെ കല്യാണത്തിന് വരുമ്പോൾ ചേച്ചിയോട് ചോദിക്കും, എടി ആ സാരി നല്ല രസമുണ്ടല്ലോ, എനിക്കൊരു ദിവസം ഉടുക്കാൻ തരാമോ? ഹല്ലേലൂയ. ഉടുത്തിട്ട് നേരെ നമ്മൾ ഷോ കാണിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാമെന്ന് വിചാരിച്ച് വസ്ത്രങ്ങൾ എത്രമാത്രം മോശമാകുന്ന രീതിയിൽ ധരിക്കാനും നമുക്ക് ഒരു മടിയുമില്ല. ജീവിതത്തില് കർത്താവായ ദൈവം നൽകുന്ന ജീവിതത്തെ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ കടമ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ജീവിതം കർത്താവ് നൽകുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിച്ച് ജീവിക്കാനുള്ളതല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം.